മുഖ്യമന്ത്രിയാണ് സാധാരണയായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ആ കീഴ്വഴക്കം നമുക്കൊന്ന് മാറ്റിയാലോ? വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് സാറ് കൈകാര്യം ചെയ്യണം. നിങ്ങൾ ഭക്ഷണം കഴിക്കും. കുറച്ച് കഴിയട്ടെ ചെറിയമ്മ. സിസ്റ്റർ പവിത്രയാണല്ലോ. ഒരു മിനിറ്റ്. സിസ്റ്റർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടോ? ഇല്ല. അതെന്താ സിസ്റ്ററെ, വേഗം പുറപ്പെട്. ഞങ്ങളിവിടെ സിസ്റ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അത് സാറേ, എന്തായി സാറിന്റെ തീരുമാനം? തീരുമാനം നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഹാളിലേക്ക് വാ, അപ്പൊ പറയാം. നമുക്ക് എന്നാലും അങ്ങനെ ചെയ്യാം. ചെറിയമ്മ വരൂ. ഇരിക്കങ്ങളെ, ഞാനിപ്പോ വരാം. യാമിനി, കാര്യം മനസ്സിലായി. ചായ എടുക്കാനല്ലേ? ഇപ്പൊ ഒന്നും വേണ്ട. ഞങ്ങളെല്ലാരും ഇപ്പൊ പാർട്ടി ഓഫീസിൽ നിന്ന് ചായ കുടിച്ചതേ ഉള്ളൂ. മോനെ രാജു, സാറിൽ നിന്ന് അനുകൂലമായ തീരുമാനം നമുക്ക് പ്രതീക്ഷിക്കാമല്ലോ. എനിക്കൊന്നും അറിയില്ല സാറേ. ദേ, മോളിവിടെ നിൽക്കുന്നുണ്ടല്ലോ, സാർ എന്നെ ചോദിക്കേ. പോസിറ്റീവായിട്ടാ എനിക്ക് തോന്നിയത്. ഇരിക്കെ. പവിത്ര സിസ്റ്റർ വന്നില്ലല്ലോ. സാർ ആരെയാ നോക്കുന്നേ? എന്റെ ഒരു വെൽവിഷർ കൂടെ ഞാനൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വരാന്ന് ഉറപ്പുവന്നതാ. പ്രതാപേട്ട എന്നെ കാത്തിരിക്കുക. കാണാതെ വരുമ്പോ വിളിക്കും. എന്ത് മറുപടി പറയും? വേണ്ട, സ്വിച്ച് ഓഫ് ചെയ്തേക്കാം. എന്നാ നമുക്ക് തുടങ്ങാം. ഒരു മിനിറ്റ്. എന്ത് പറ്റി സാറേ? ഒന്നുമില്ല. എല്ലാവരോടുമായിട്ട് ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം. ഒരു സാധാരണ MLA ആയിട്ടൊന്ന് പ്രവർത്തിക്കാൻ എനിക്കിഷ്ടം. പിന്നെ മുഖ്യമന്ത്രി ആകാനൊന്നും ഞാനില്ല. എന്താ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? എല്ലാവരുടെ ആഗ്രഹമാണ് സാറ് CM ആകണമെന്നത്. മുഖ്യമന്ത്രി ആകുന്നതൊക്കെ ഒരു ചെറിയ ജോലി അല്ല സദാശിവൻ സാറേ. ഊണും ഉറക്കമില്ലാതെ ഓടി നടക്കണം, കഷ്ടപ്പെടണം. അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കിപ്പോ ഇല്ല സാറേ. അത് സാറ് വെറുതെ ഒഴിവുകൾ പറയുന്നതാ. സാറ് തന്നെ മുഖ്യമന്ത്രിയാവണം. പ്ലീസ്, എന്നെ നിർബന്ധിക്കരുത്. നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഞാൻ സജീവമായി കൂടെ ഉണ്ടാവും. ഞാൻ ഒരിടത്തും ഓടിപ്പോവാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു വലിയ ഭാരം തൽക്കാലം എന്റെ ചുമലിൽ വയ്ക്കരുത്. അത് ചുമക്കാനുള്ള ശേഷി ഇപ്പോ എനിക്കില്ല. ഒരു 20 അംഗ മന്ത്രിസഭയുടെ രൂപരേഖ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്.
അത് ഞാനൊന്ന് വായിക്കാം. സാറ് ഞങ്ങളുടെ പ്രതീക്ഷ തകർത്തെറിഞ്ഞല്ലോ. അങ്ങനെ പറയില്ല സദാശിവൻ സാറേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ സെൻട്രൽ കമ്മിറ്റി അറിയിക്കാൻ ഇന്ന് ഞാൻ ഡൽഹി പോകുന്നുണ്ട്. ഞാൻ പുതിയ മന്ത്രിസഭയുടെ ലിസ്റ്റ് വായിക്കട്ടെ? ശരി, സാറ് വായിക്ക്. പൊൻകുന്നം സദാശിവൻ സാറ് മുഖ്യമന്ത്രി. ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആർക്കാ സാർ അഭിപ്രായ വ്യത്യാസം? ധനകാര്യ വകുപ്പ് തോമസ് മറ്റകര. വിദ്യാഭ്യാസം സ്വാതി മുരളീധരൻ. ആരോഗ്യം PS ജേക്കബ്. അപ്പൊ സ്പീക്കറോ? സ്പീക്കർ ശ്രീകുമാരൻ പോറ്റി. അതുപോലെ മതി. എൻ്റെ ഒരു സജഷൻ സാറും അംഗീകരിക്കണം. സാറത് അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് അടിയന്തരമായി ഋതിക മോളെ ഇതിനകത്ത് ഇടപെടുത്തേണ്ടി വരും. മുഖ്യമന്ത്രിയാണ് സാധാരണയായി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത്. ആ കീഴ്വഴക്കം നമുക്കൊന്ന് മാറ്റിയാലോ? വിജിലൻസ് ഉൾപ്പെടെയുള്ള ആഭ്യന്തര വകുപ്പ് സാറ് കൈകാര്യം ചെയ്യണം. സാറ് പറഞ്ഞത് കറക്റ്റാ. സാറ് എതിര് പറയരുത്. അല്ല, നമുക്ക് കൈയടിച്ച് പാസ്സാക്കാം സാറേ. അതിനെന്താ? എന്തായാലും പുതിയ മന്ത്രിസഭയുടെ രൂപരേഖയായി. ഇനി എനിക്ക് കുറച്ച് കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. ആയിക്കോട്ടെ, എന്നാ ഞങ്ങൾ ഇറങ്ങാം. മോളെ രാജു, ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. നമുക്കിനി അല്പം കുടുംബകാര്യം സംസാരിക്കാം. മാറിക്കേ. അതെന്താ പ്രതാപ? ചേച്ചി, എല്ലാവരും വലിയ തിരക്കിലായിരുന്നു, പിന്നെ ടെൻഷനിലും. അപ്പോ ഒരു റിലാക്സേഷൻ കൂടിയേ പറ്റൂ. ചേച്ചിക്കും എനിക്കും ഒഴികെ ഒരു ടൂർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ടൂർ പ്രോഗ്രാമോ? അതെ. യാമിനി ഇന്ന് തന്നെ കോയമ്പത്തൂർ പോകുന്നു. അവിടെ ശേഖരം വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടി 2-3 ദിവസം ഇനി ഊട്ടിയിലായിരിക്കും അടിച്ചു പൊളിക്കുക. ചെറിയമ്മേ, അതിന് ശേഖരേട്ടൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അവൻ വിളിച്ചു പറയും. നിങ്ങൾ രണ്ടുപേരും നേരെ മൂന്നാറിലേക്ക്. മൂന്നാറിലോ?